നമസ്തേ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൈനസൈറ്റിസിനും മൈഗ്രെയിനും യോഗയിലും പ്രാണായാമത്തിലുമുള്ള പരിഹാരത്തെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുവാൻ പോകുന്നത്. തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ രണ്ട് അസുഖങ്ങളും സാധാരണയായി ഉണ്ടാകുന്നത്. അതിൽ സൈനസൈറ്റിസ് കാലാവസ്ഥയ്ക്കനുസരിച്ചും ഉണ്ടാകാറുണ്ട്. സാധാരണയായി അധിക നേരം കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ഇരിപ്പ്, സ്ക്രീനിലേക്ക് നോക്കിയുള്ള കണ്ണുകളുടെ വിശ്രമമില്ലാത്ത ജോലി, പിന്നെ കെമിക്കലുകളുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, ഉദാഹരണമായി പറഞ്ഞാൽ പെയിന്റിംഗ്, മോൾഡ് നിർമ്മാണം, പെർഫ്യൂം നിർമ്മാണം. ചിലർക്ക് പെർഫ്യൂം ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ മൈഗ്രെയിൻ വരാറുണ്ട്. മൈഗ്രെയിന് ശാശ്വതമായ പരിഹാരം യോഗയിലുണ്ട്. മൂക്കിന് മുകളിലേക്കുള്ള അല്ലെങ്കിൽ മുഖത്തുള്ള ചെറിയ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നതാണ് സൈനസൈറ്റിസിന് കാരണം. അപ്പോ ഇത് സ്ഥിരമായി വരാതെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള വഴിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായി കുറച്ച് പ്രാണായാമങ്ങളും യോഗാസനങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും കഴിയുമ്പോൾ ഇതിന്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഇതിൽ നമുക്ക് പ്രാണായാമങ്ങളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ ഇരിക്കുക. അത് സുഖാസനത്തിലോ, ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ കസേരയിലോ കട്ടിലിലോ ഇരുന്നായാലും പ്രശ്നമല്ല. ആദ്യം നാം ചെയ്യേണ്ടത് വളരെ റിലാക്സായി ഇരുന്നു കൊണ്ട് സാവധാനത്തിൽ ഇരുമൂക്കിലൂടെയും ശ്വസിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഒരു 10-20 തവണ ചെയ്യുക. വളരെ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുവാനും ശ്രമിക്കുക. അതിനുശേഷം കപാലഭാതി എന്ന് പറയുന്ന ഒരു പ്രാണായാമം ചെയ്യുക. കപാലഭാതി എന്ന് പറഞ്ഞാൽ ഇരുമൂക്കിലൂടെയും ശ്വാസം വെളിയിലേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ വേളയിൽ നമ്മുടെ വയറുകൾ അകത്തേക്ക് കയറുകയും നാം ശ്വാസം എടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതുമില്ല. അതായത് ശ്വാസം വെളിയിലേക്ക് ഉച്ഛ്വസിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. ആ അവസരത്തിൽ നമ്മുടെ വയറും അകത്തേക്ക് കയറുന്നതാണ്. അതും നാം ഇങ്ങനെ നട്ടെല്ല് നിവർന്ന് റിലാക്സ് ആയിരുന്ന് ചെയ്യുക. ഇത് ആദ്യ അവസരങ്ങളിൽ ഒരു 30 തവണ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 30 തവണ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 15 തവണയെങ്കിലും ചെയ്യുക. സാധിക്കുന്നവർ 30 തവണ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം 4, 5, 10 വീതം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തതായി അനുലോമ വിലോമ പ്രാണായാമം. അതിന് നാം ഉപയോഗിക്കുന്നത് ചെറുവിരലും പെരുവിരലുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വിരലും, നടുവിരലും, മോതിര വിരലും, പെരുവിരലും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടായാലും ശരിയാണ്. ഞാനിവിടെ ചെറുവിരലും പെരുവിരലും മാത്രമാണ് എടുത്തിട്ടുള്ളത്.
നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം വലത് മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ 4 സെക്കൻഡിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇടത് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. അത് 6 സെക്കൻഡ് കൊണ്ടോ 8 സെക്കൻഡ് കൊണ്ടോ പുറത്തേക്ക് വിടുക. സാധിക്കുന്നവർക്ക് ശ്വാസം ഉള്ളിൽ നിർത്തിയതിന് ശേഷം, അതും ഒരു 5-10 സെക്കൻഡ് ഉള്ളിൽ നിർത്തിയതിന് ശേഷവും ഇങ്ങനെ പുറത്തേക്ക് വിടാവുന്നതാണ്. ആ രീതി ഞാനിവിടെ കാണിക്കാം. വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് മൂക്ക് അടച്ചു പിടിച്ച് 10 സെക്കൻഡ് ഉള്ളിൽ നിർത്തും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം സാവധാനം ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടും. 1, 2, 3, 4, 5, 6, 7, 8. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. 1, 2, 3, 4. 4 സെക്കൻഡ് കൊണ്ട് നാം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ 10 സെക്കൻഡോ 16 സെക്കൻഡോ ഉള്ളിൽ നിർത്തിയതിനു ശേഷം വലത് മൂക്കിലൂടെ 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുന്നു. വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ നിർത്തിയതിനു ശേഷം സാവധാനം ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടും. ഈ പ്രാണായാമത്തിന്റെ പേരാണ് അനുലോമ വിലോമ പ്രാണായാമം അഥവാ നാഡിശുദ്ധി പ്രാണായാമം. ഇതും 10-15 എണ്ണത്തിൽ തുടങ്ങി നിങ്ങൾക്ക് സാധിക്കാവുന്നത്ര എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങളിലേക്ക് കിടക്കാം. ആസനങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. കാരണം ഇതിൽ ശീർഷാസനവും പറഞ്ഞിട്ടുണ്ട്. ശീർഷാസനം എന്നാൽ തലകുത്തി തലകീഴായി നിൽക്കുന്ന ആ ഒരു പോസ്റ്ററിനെയാണ് ശീർഷാസനം എന്ന് പറയുന്നത്. അതിന് സാധിക്കാത്തവർ ചുവരിന്റെ സഹായത്തോടു കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി സാധിച്ചില്ല എങ്കിലും പ്രശ്നമല്ല, മറ്റ് ആസനങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോ ഇതിന് നാം ചെയ്യുന്ന അടുത്ത ആസനം പവന മുക്താസനം എന്നാണ്. പവന മുക്താസനം ചെയ്യുന്ന രീതി, നാം യോഗ മാറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കുക. അതിനുശേഷം ഒരു കാൽ ഉയർത്തിക്കൊണ്ടുവന്ന് മൂക്ക് മുട്ടിൽ തൊടുവിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് വളരെ സാവധാനത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കാലിലും മാറി മാറി ചെയ്യുക. പിന്നിലേക്ക് വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഓരോ കാലുകളായി മാറി മാറി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ ഇനി 2 കാലും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് മൂക്ക് മുട്ടിൽ തൊടുവാൻ ശ്രമിക്കുക. ഈ അവസ്ഥയിൽ 3-4 സെക്കൻഡ് വിശ്രമിക്കുക. ശ്വാസം ഒഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ഇതും 5-10 തവണ ചെയ്യുവാൻ ശ്രമിക്കുക. അതിനുശേഷം നാം ചെയ്യുവാൻ പോകുന്നത് സർവാംഗാസനമാണ്. നിങ്ങൾക്കറിയാം,
യോഗാസനത്തിലെ രാജകുമാരൻ എന്നാണ് സർവാംഗാസനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സാവധാനം ചെയ്യുവാൻ ശ്രമിക്കുക. ഒരു കാലിങ്ങനെ ഉയർത്തിയോ ഒക്കെ കുറേശ്ശെ ഒരു ബാലൻസ് വന്നതിന് ശേഷം പൂർണ്ണ നിലയിൽ അഭ്യസിക്കാവുന്നതാണ്. ഈ ആസനത്തിൽ ഒരു 5-10 സെക്കൻഡ് വിശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഒരു കുതിപ്പോടെ നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗത്തെ കൈകളിൽ ബാലൻസ് ചെയ്ത് നിർത്തുക. നമ്മുടെ താടി നെഞ്ചിൽ തൊടുവിക്കുക. ദൃഷ്ടി പെരുവിരലുകളിലേക്ക് നോക്കുക. ഇത്തരത്തിൽ 5-10 സെക്കൻഡ് തുടരുക. ശ്വാസം സാധാരണഗതിയിൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ചുവരിന്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ റിലാക്സ് ആയി കിടന്നതിന് ശേഷം തല ഒരു വശത്തേക്ക് ചരിച്ചു വെച്ച് കിടക്കുക. ക്ഷീണം മാറി എന്ന് തോന്നിയാൽ മറ്റ് ആസനങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇനി നമുക്ക് ശീർഷാസനത്തിലേക്ക് കടക്കാം. ഇതിനി ഒരു കാര്യം കൂടി പറയുവാനുള്ളത്, സൂര്യ നമസ്കാരം ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു യോഗാസനമാണ്. സൂര്യ നമസ്കാരത്തിൽ 12 സ്റ്റെപ്പുകളുണ്ട്. സൂര്യ നമസ്കാരം എങ്ങനെ കൃത്യമായി ചെയ്യാമെന്ന് ഞാൻ മുൻപുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ അതിൽ പോയി കാണുക. സൂര്യ നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഇതിന്റെ ലെങ്ത് കൂടിപ്പോകുന്നത് കൊണ്ടാണ്. ശീർഷാസനം കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ സൂര്യ നമസ്കാരം ഈ അസുഖമുള്ളവർ വളരെ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഞാനിതാ ശീർഷാസനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ചെയ്യുന്നവർ ബാലൻസ് കിട്ടുവാനായി ചുവരിന്റെ സഹായത്തോടെ ചെയ്യേണ്ടതാണ്. അല്ലാതെ ബാലൻസ് കിട്ടും എന്നുറപ്പുള്ളവർ അല്ലാതെ ശീർഷാസനം ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇവിടെ പ്രതിപാദിച്ച എല്ലാ യോഗാസനങ്ങളും പ്രാണായാമവും മുടങ്ങാതെ ചെയ്താൽ നിങ്ങളുടെ മൈഗ്രെയിനും സൈനസൈറ്റിസും മാറിപ്പോകുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. കാരണം ഈ അസുഖം കൊണ്ട് ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ 3 ദിവസം ഛർദിലും പ്രശ്നവും അതിന്റെ അനന്തര ഫലങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോട് പറയുന്നത്. ഇവയൊക്കെ ചെയ്താൽ, കൂടുതലും നിങ്ങൾ പ്രാണായാമത്തിൽ കൂടി ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് നാഡീശുദ്ധി, ഇവയെല്ലാം അതിൻ്റെതായ പ്രാധാന്യത്തോടെ നിങ്ങൾ ചെയ്യുക. 100% ഈ മൈഗ്രെയിൻ നിങ്ങളെ വിട്ട് പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.